നമുക്കറിയാം രാസവളം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്ന് തുല്യാണെന്ന് ഞാൻ പറയും ഉൾപ്പെടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുക, അതൊരു സമയം കഴിയുമ്പോൾ അത് നിന്നുപോകും. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. നമുക്കറിയാം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് 14 മൂലകങ്ങളാണ് വേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്നത്. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിതീഷ് സ്ഥലത്ത് നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ തിരുമേനിയിലെ പ്രിയപ്പെട്ട ഫിലിപ്പ് സാറിന്റെ തോട്ടത്തിലാണുള്ളത്. കഴിഞ്ഞ 4 മാസം മുന്നേ നമ്മുടെ വളപ്രയോഗം ചെയ്ത ഒരു കവുങ്ങിലേക്ക് വീണ്ടും വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫിലിപ്പേട്ടനും അതുപോലെ ജോർജിയേട്ടനും അതുപോലെ നമ്മുടെ സിവിച്ചേട്ടനൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 200 ലിറ്റർ ഡ്രമ്മിലേക്ക് 200 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ നൈട്രജൻ ആണ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം സസ്യത്തിന് ആവശ്യമായ പ്രധാന മൂലകങ്ങളിൽപ്പെട്ട ഒന്നാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള 78% നൈട്രജനെയും സസ്യത്തിന് ആവശ്യമായ രീതിയിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള മൊബിലൈസിങ്, ഫിക്സേറ്റിംഗ്, അസറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഈ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിൽ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതാണ് ഞാൻ കണ്ടത്. കണ്ടോ, ഇത് 100 ml ആണോ? ഇത് 60, ഇത് ഫുള്ള് വരുമ്പോൾ 100 വരും. ഇതാണ് ഞാൻ കണ്ടത്. ഇതിനും അളവ് കുറവായിരിക്കും. അല്ലല്ല, അത് കംപ്ലീറ്റ് ചെയ്യും. നിറയെ ഫുള്ള് എടുക്കണം. അത് നമ്മൾ കറക്റ്റ് അളന്നിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിൽ നമ്മൾ ഈ നൈട്രജൻ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇളക്കാൻ ഒരു കോല് വേണം. ഇളക്കാൻ അവിടെ കാണാം വടി ഏതെങ്കിലും ഇരിപ്പുണ്ടാവും. എൻ്റെ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട്. അടുത്ത നമ്മുടെ ഉൽപ്പന്നം പ്രധാന മൂലകളിൽ പ്രധാനപ്പെട്ടതായ ഫോസ്ഫറസ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml രീതിയിൽ ഫോസ്ഫറസ് ആഡ് ചെയ്യുകയാണ്. മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിങ്, ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഫോസ്ഫറസിനെ നമ്മൾ 400 ml എന്നുള്ള രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാം രാസവളം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്ന് തുല്യാണെന്ന് ഞാൻ പറയും ഉൾപ്പെടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുക, അതൊരു സമയം കഴിയുമ്പോൾ അത് നിന്നുപോകും. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. നമുക്കറിയാം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് 14 മൂലകങ്ങളാണ് വേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന 11 മൂലകങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അതിൽ വരുന്ന മൂന്നാമത്തെ നമ്മുടെ മൂലകമാണ് പ്രധാനപ്പെട്ട മൂലകങ്ങളിലൊന്നാണ് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് എന്ന് പറയുന്നത്. ഈ പൊട്ടാഷിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പൊട്ടാഷിൻ്റെ അഭാവം മൂലമാണ് ഇന്ന് ഒരു പരിധിവരെ കരിച്ചിലുണ്ടാവുന്നത്. അതുപോലെ മണി പൊട്ടി വീഴുന്നുണ്ടാവും. ഈ മണി പൊട്ടി വീഴുന്നത്, തേങ്ങേൻ്റെ മച്ചിങ് പൊട്ടി വീഴുന്നുണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്നത് പൊട്ടാഷിൻ്റെ അഭാവം മൂലമാണ്. അപ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ പൊട്ടാഷ് നാച്ചുറലായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അതിനൂതന ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കുട്ടിയെ പോയി, അയ്യോ അവിടെ അത് അതെങ്ങനോ ആ പൈപ്പിൻ്റെ മുകളിലൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഷേത്ത് എന്ന് പറയുന്നത്. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. ഈ ബോട്ടിലെ കളറിൽ തന്നെ അതിൻ്റെ ഇതുണ്ട്. മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്ന, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന, മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം മണ്ണിൻ്റെ pH ലെവൽ 6.5 to 7.5 എത്തിക്കഴിഞ്ഞാലാണ് സസ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലേക്കുള്ള വളം വലിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ pH ലെവൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള വളങ്ങൾ വലിച്ചു കൊടുക്കാനാകാതെ ഒരുപക്ഷെ ദഹന പ്രക്രിയ കൃത്യമായി നടക്കില്ല. കൃത്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിലെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കില്ല.
ആ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടത്തിക്കാനൊക്കെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. 5 ടണ്ണ് കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. 5 ടണ്ണ് നമുക്ക് ഒരിക്കലും നമ്മൾ സങ്കല്പത്തിൽ പോലും കരുതാത്ത അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ചാണകത്തിൻ്റെ അല്ലെങ്കിൽ ചാണകവെള്ളത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് മണ്ണിൻ്റെ pH ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനം നമ്മുടെ സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോട്ടിൽ അതുപോലെ പച്ചപ്പാണ്, സസ്യത്തിൻ്റെ പച്ചപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. സസ്യത്തിൻ്റെ ഫോട്ടോസിന്തസിസ് കൃത്യമായിട്ട് നടത്തുന്നു. റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നത്തിൽ ഒന്നാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അത് നമ്മുടെ കായയുടെ സൈസിന് ഒരേപോലെ ആക്കുന്നു, പച്ചപ്പിനെ നിലനിർത്തുന്നു. ഈ ചൂട്, അതികഠിനമായ ചൂടിൽ ഈ പച്ചപ്പിനെ നിലനിർത്തിയ ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകതയാണ്. ഫോട്ടോസിന്തസിസ് കൃത്യമായിട്ട് നടത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഇക്കോസേർട്ടിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ബയോഫിറ്റിൻ്റെ നാനോ ടെക്നോളജിയിലൂടെ ഉണ്ടാകുന്നു എന്നതിൽ വളരെ സന്തോഷമാണ്. കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം റബ്ബറിലേക്കും തെങ്ങിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോയ പ്രിയപ്പെട്ട ഫിലിപ്പേട്ട തോട്ടത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും ഇതും 200 ലിറ്റർ വെള്ളത്തിലേക്ക് 400 ml എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത രീതികളിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതികളൊക്കെ കാണാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഇത് നിങ്ങൾ ഉപയോഗിക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക. ചെറിയൊരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഫിലിപ്പേട്ട ചെറിയൊരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇത് ബാക്കിയുള്ള ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് സജഷൻ ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമുക്കിത് മിക്സ് ചെയ്യാം, വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത ഈ പ്രൊഡക്റ്റിനെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ക്ലോക്ക് ബേസിലാണ് ഇളക്കേണ്ടത്, കാരണം നമ്മൾ മറ്റു രീതിയിൽ ഇളക്കാതെ അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് ഏന്താതെ, കാരണം ഇതൊരു ബാക്ടീരിയയാണ്, ഒരു ജൈവാണുകളാണ്. അതിന് ജൈവാണുക്കളെ ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോക്ക് ബേസിലാണ് ഇത് ഇളക്കേണ്ടത്. അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കർഷകരിലേക്ക് എത്തിക്കുക. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. അതിന് 3 ലിറ്റർ. എടുക്കുന്ന സമയത്ത് ഈ മണ്ണ് പോയി പുറത്തോട്ട്